കന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പിൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നോക്ക്, 14 അധ്യായങ്ങളാണ് സെക്കരിയാവ് എഴുതിയിരിക്കുന്നത്. എത്ര അധ്യായങ്ങളാ? 14 അധ്യായങ്ങൾ. 14 അധ്യായങ്ങളും ആമേൻ ഹല്ലേലൂയ തന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ആമേൻ സ്തോത്രം ഒരു പട്ടുമെത്തയിൽ കിടന്ന് ഒരു ബുക്കും ഒരു പേനയും ഒരു പേപ്പറും കിട്ടിയപ്പോൾ താൻ എഴുതിയതല്ല. വളരെ പ്രതികൂലത്തിന്റെ നടുവിൽ, ഞാനിപ്പോൾ ഒരു ദൂത് പറഞ്ഞാൽ നിങ്ങൾ കൈയടിക്കാൻ 10-60 പേര് എൻ്റെ മുൻപിലുണ്ട്. പക്ഷേ താൻ ഒരു അരുളപ്പാട് പറഞ്ഞാൽ കൈയടിക്കാനോ കരമുയർത്താനോ കരഘോഷമുയർത്താനോ ഒന്നും ആരുമില്ലാത്ത സമയത്ത്, അത്രയും പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവശബ്ദത്തെ പിടിച്ചെടുത്ത് ദേശത്തോട് പറഞ്ഞ 14 അധ്യായങ്ങൾ. ആമേൻ സ്തോത്രം. ഇന്നലെ പകലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആരാണ് ഒരു യഥാർത്ഥ പ്രവാചകൻ? ആമേൻ. 10 ദൂത് പറയുന്നവനെയാണോ ഒരു യഥാർത്ഥ പ്രവാചകൻ എന്ന് പറയുന്നത്? അല്ല. ഒരു യഥാർത്ഥ പ്രവാചകൻ എന്ന് പറയുന്നത് അപ്പന്റെ ഹൃദയമുള്ളവനായിരിക്കണം. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ഹൃദയ സ്പന്ദനത്തെ പിടിക്കാൻ പറ്റുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ പ്രവാചകൻ. ഓരോ കാലഘട്ടത്തിലും ഓരോ തലമുറയിലും ദൈവത്തിന്റെ പദ്ധതികൾ എന്താ, ദൈവം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ദൈവത്തോട് ചേർന്നിരുന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്നവനെ അത്രേ ദൈവത്തിന്റെ കണ്ണിൽ ദൈവം പ്രവാചക എന്ന് വിളിക്കുകയുള്ളൂ. ഇന്നലെ പകലും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതിന്റെ അകത്തും അങ്ങനെ എഴുന്നേൽക്കുന്ന ഒരു തലമുറയെ ദൈവം നിശ്ചയമായും വാർത്ത് എടുക്കുക തന്നെ ചെയ്യും. സെക്കരിയാവ് അങ്ങനത്തെ ഒരു പ്രവാചകനാണ്. ഇനി ആരാണ് സെക്കരിയാവ്? അതിനകത്ത് എനിക്ക് ഈ വലിയ ആമസ്തോത്രം ഞാൻ ചരിത്രത്തിലോട്ടൊന്നും ഇന്ന് പകൽ പോകുന്നില്ല. എങ്കിലും ആരാണ് സെക്കരിയാവ് എന്നുള്ളതിനകത്ത് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കാൻ ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ ആരാണ് സെക്കരിയാവ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുകയാണ്. സെക്കരിയാവിന്റെ പുസ്തകം തന്നെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കൂടെ ഇതിനോട് ചേർന്നൊന്ന് വായിക്കാമോ? ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 8-ാം മാസത്തിൽ ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സെഖര്യാവ്. അപ്പൊ ആരാണ് സെഖര്യാവ്? ഇദ്ദോ പ്രവാചകന്റെ മകനായ ബെരഖ്യാവ് ആണ്. സിസ്റ്റർ അല്ല, അവിടെ തെറ്റിച്ചു. ഈദോ പ്രവാചകന്റെ മകനായ ബെരഖ്യാവിന്റെ മകനായ സെഖര്യാവ്. അപ്പൊ സെഖര്യാവിന്റെ അപ്പച്ചന്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. സെഖര്യാവിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. പേരെന്നതാ? ഇത് 1 മണിക്ക് മിക്കവാറും നിർത്താൻ പറ്റും നോക്ക്. ആമേൻ ഹല്ലേലൂയ. ഈദോ പ്രവാചകൻ, ദാര്യാവേശോ, ഈദോ ദി പ്രൊഫറ്റ്, ഈദോ പ്രവാചകൻ. ആമേൻ. ചരിത്രം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ നാവായിരുന്ന മനുഷ്യനാണ് ഈദോ പ്രവാചകൻ. ആമേൻ സ്തോത്രം. ഇനി ഈദോ പ്രവാചകന്റെ മകന്റെ പേരും കൊടുത്തിട്ടുണ്ട്. പേര് ബെരഖ്യാവ്. അവിടെയും നമുക്ക് കാണാൻ പറ്റും. ആമേൻ സ്തോത്രം. ആ കാലഘട്ടത്തിൽ ഇതും ഒരു ദൈവ മനുഷ്യനായി അറിയപ്പെട്ടു. കൊച്ചുമോന്റെ കാലം വന്നപ്പോൾ അതും ഒരു പ്രവാചകനാണ്. അപ്പൊ അപ്പച്ചൻ ദൈവത്തിനു വേണ്ടി നിന്നു, അപ്പനും ദൈവത്തിനു വേണ്ടി നിന്നു, കൊച്ചുമകനും 3-ാമത്തെ ജനറേഷനും ഇപ്പൊ ദൈവത്തിനു വേണ്ടി നിൽക്കുക. അപ്പൊ ഞാൻ സ്വാഭാവികമായും വിചാരിച്ചു, നിശ്ചയമായും ദൈവം ഉപയോഗിക്കാതിരിക്കുമോ? അപ്പച്ചനോടുള്ള നീതി, അപ്പനോടുള്ള നീതി, പൂർവ്വ തലമുറകളോടുള്ള നീതി ദൈവം വെളിപ്പെടുത്തി. അതുകൊണ്ടായിരിക്കാം ദൈവം ഈ കാലഘട്ടത്തിലും സെഖര്യാവിനെ എഴുന്നേൽപ്പിച്ചത്. പക്ഷേ അതുകൊണ്ടല്ല ദൈവം എഴുന്നേൽപ്പിച്ചത്. ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ പൂർവ്വ തലമുറകൾ, നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിനു വേണ്ടി വില കൊടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതിന്റെ ഒരു പോർഷൻ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ തലമേൽ വന്നിരിക്കും. ദൈവം അവരെ ഓർക്കും. അതിന്റെ നീതി ദൈവം നിങ്ങളിൽ വെളിപ്പെടുത്തും, നിങ്ങളുടെ തലമുറയിലും വെളിപ്പെടുത്തും. പക്ഷേ ഇനി എന്നെ കേൾക്കണേ. പക്ഷേ ദൈവത്തിന്റെ കരത്തിൽ വെച്ച് 100% ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒരു കാരണം അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അതിന്റെ ആമേൻ ഹല്ലേലൂയ 1-2 വാക്യം കൂടെ ഞാൻ പറയുമ്പോ പെട്ടെന്ന് ഒന്നൊന്ന് എടുത്തു വായിച്ചാൽ മതി. 2-ന്റെ 1 വായിക്കാമോ? 2-ന്റെ 1. പിന്നെയും തലപൊക്കി നോക്കി. 5-ന്റെ 1. 6-ന്റെ 1. ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ആ പുസ്തകത്തിനകത്ത് ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ, ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ, ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും.
ദൂത് മനസ്സിലായോ? ദൂത് മനസ്സിലായോ? ഹലോ, സെക്കരിയാവ് പറയാ, അപ്പച്ചൻ തലപൊക്കി നോക്കിയോണ്ടല്ല, അപ്പൻ തലപൊക്കി നോക്കിയോണ്ടുമല്ല, എന്റെ കാലഘട്ടം വന്നപ്പോൾ ഞാൻ വ്യക്തിപരമായി തലപൊക്കി ദൈവത്തെ നോക്കി എന്നുള്ള ഒറ്റ കാരണത്താൽ ദൈവത്തിന് തോന്നി എന്നെ ഉപയോഗിക്കണമെന്ന്. ചാണകം മെഴുകിയ തറയ്ക്കകത്ത് മുട്ടുമേലിരുന്ന് ആരാധിച്ച പിതാക്കന്മാരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും പോയി അത്യാവശ്യം ഭൗതിക നന്മകളും ആത്മീക നന്മകളും ഒക്കെ പ്രാപിക്കുന്നത് ദൈവത്തിന്റെ നീതിയാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ കയറ്റി പറയുക, ഈ എൻ ടൈമിൽ ദൈവം നിങ്ങളെ വ്യക്തിപരമായി ഓർക്കണമെങ്കിൽ ആമേ പാരമ്പര്യത്തിന്റെ ബേസിലല്ല, കുടുംബ പേരിന്റെ ബേസിലല്ല, അപ്പച്ചന്റെ പേരിലല്ല, അപ്പന്റെ പേരിലുമല്ല, നിങ്ങൾ വ്യക്തിപരമായി ദൈവത്തിന്റെ സന്നിധിയിൽ തലപൊക്കി നോക്കണം. Praise to Jesus. Hallelujah. ആരുടെയൊക്കെ പ്രാർത്ഥന പിടിച്ചു നിർത്തുന്നെന്ന് പറയുമ്പോഴും ഇനി അങ്ങോട്ട്, ഹലോ, ഞാൻ പരിശുദ്ധ ആത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ ആ ദൂത് കൈമാറുകയാണ്. ഇത്രയും നാൾ ആരുടെയൊക്കെയോ പ്രാർത്ഥന നിങ്ങളെ പിടിച്ചു നിർത്തി എന്ന് പറയുമ്പോഴും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വ്യക്തിപരമായി ആമേ സ്തോത്ര ഹല്ലേലൂയ നിങ്ങളുടെ ലൈഫിൽ ദൈവപ്രവർത്തികളുടെ സ്പീഡുകൾ വർദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ആമേ, നിങ്ങൾക്ക് ആമേ അങ്ങനെ ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആമേ സ്തോത്ര ഹല്ലേലൂയ അതേപോലെ നിങ്ങൾക്ക് ഓടണമെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി തലപൊക്കി നോക്കേണ്ട സമയമാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഇന്ന് പകൽക്കാലം അങ്ങനത്തെ ഒരു പേഴ്സണൽ എൻകൗണ്ടറിലേക്ക് ആത്മാവ് ചിലതിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഒരു പേഴ്സണൽ എൻകൗണ്ടർ, ഒരു പേഴ്സണൽ എൻകൗണ്ടർ. ആമേ, ഇപ്പൊ കുടുംബത്തിന്റെ ആരെയും നിങ്ങൾ നോക്കണ്ട. ഇപ്പം നിങ്ങളോട് ആത്മാവ് ഇത് വ്യക്തിപരമായി സംസാരിക്കുക. ഒരു പേഴ്സണൽ എൻകൗണ്ടർ എനിക്കും നിന്നെ വ്യക്തിപരമായി അവൈലബിൾ ആയി കിട്ടണം. എനിക്ക് നിന്നെ ഇൻഡിവിജ്വലി കിട്ടണം. എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കിട്ടണം. എനിക്ക് നിന്നോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് നിന്നെ എൻ്റെ പാദപീഠത്തിങ്കിൽ കിട്ടണം. Praise to Jesus. Praise to Jesus. Praise to Jesus. Hallelujah. ഇങ്ങനെ ആമേൻ, ഞാൻ അതിനെ തെളിയിക്കുന്ന ഒരു വാക്ക് കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ ആമേൻ സ്തോത്രം, നമ്മൾ എപ്പോഴും പറയില്ലേ, ഹന്ന പ്രാർത്ഥിച്ചു ശമൂവേൽ ഉണ്ടായി. ഒരമ്മ ആലയത്തിന്റെ അകത്തേക്ക് ഓടിക്കയറി ഹൃദയം തുറന്നു ആമേ സ്തോത്ര വേദനയാൽ അത്രയും ഭാരത്താൽ ഉടമ്പടിയോടുകൂടെ ഒരു കുഞ്ഞിനെ ഉദരത്തിന്റെ അകത്ത് ആമേ ഉരുവാക്കി. ആമേ പ്രവാചകൻ പറഞ്ഞതുപോലെ അടുത്ത വർഷത്തില് ആ ഒരു സമയമാകുമ്പോൾ ഈ കുഞ്ഞ് പുറത്തു വരികയാണ്. എന്റെ ചോദ്യം, ആമേൻ സ്തോത്രം, ഹന്നയുടെ പ്രാർത്ഥന, ഹന്നയുടെ ഡെഡിക്കേഷൻ മാത്രമാണോ ശമൂവേലിനെ ഒരു കാലഘട്ടത്തിന്റെ പ്രവാചകനായി നിയമിച്ചത്? നിങ്ങൾ മിണ്ടുകയല്ലേ? ആണോ അല്ലയോ? സേ എസ് ഓർ നോ. അല്ല എന്ന് പറയുന്നവർ കൈ ഉയർത്തിയ. ആണെന്ന് പറയുന്നവര്, ഇത് രണ്ടും അല്ലാത്തവര്. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല സിസ്റ്റർ പറഞ്ഞോ, ഞങ്ങൾ കേട്ടിട്ട് കൈയടിച്ചിട്ട് പൊയ്ക്കോളാം. ആമേൻ സ്തോത്രം. ദൈവമക്കളെ, ഹന്നയുടെ പ്രാർത്ഥനയും ഹന്നയുടെ ഹൃദയവും ഹന്നയുടെ സമർപ്പണവും ശമൂവേലിനെ ആലയം വരെ കൊണ്ടെത്തിച്ചെന്ന് ഞാൻ പറയും. ആലയത്തിന്റെ അകത്തേക്ക് ഉള്ള എൻട്രിയെ ഓപ്പൺ ആക്കിയത് ഹന്നയുടെ പ്രാർത്ഥനയാണ്, കണ്ണുനീരാണ്. പക്ഷേ ദാൻ മുതൽ ബേർഷേബ വരെ പിടിച്ചടക്കുന്ന പ്രവാചക ശബ്ദമായി ആ കാലഘട്ടത്തിൽ ശമൂവേൽ എഴുന്നേറ്റത് ആമേ ആ മുറിക്കകത്ത് ശമൂവേലെ എന്നുള്ള വ്യക്തിപരമായ കോളിങ്ങിന് വ്യക്തിപരമായി ഞാൻ അടിയൻ ഇതാ എന്നുള്ള റെസ്പോൺസ് ആണെന്ന് പറഞ്ഞാൽ റൈറ്റ് ഓർ നോട്ട്? എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു,
എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, ഞാൻ ഇങ്ങനെ അങ്ങ് ഇത്രയൊക്കെ മതി, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, ഞാൻ എന്തായാലും പുരോഹിതന്റെ അടുക്കലെത്തിയല്ലോ, ഞാൻ ആലയത്തിനകത്തെത്തിയല്ലോ, ആലയത്തിന്റെ നന്മ അനുഭവിക്കാൻ പറ്റുമല്ലോ, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, ഞാൻ ഇതുകൊണ്ട് ഓടിക്കോളാം 100 വയസ്സ് വരെ. അതായിരുന്നോ? ആണോ? അല്ലേ? അല്ല. ശമൂവേലെ എന്നാ വിളിച്ചത്, ഹന്ന എന്നല്ല വിളിച്ചത്. ശമൂവേലെ, മോനെ, നിന്റെ പേര് വിളിക്കുമ്പോ നീ റെസ്പോണ്ട് ചെയ്യണം. അവിടെ അമ്മ ഉണ്ടോ അപ്പ ഉണ്ടോ എന്നുള്ളതല്ല, ആരുടെ പേരിലാണോ ആ കോളിംഗ് ഇരിക്കുന്നത്, കമോൺ, അവർ വ്യക്തിപരമായി റെസ്പോണ്ട് ചെയ്യണം. പ്രൈസ് ടു ജീസസ്. ഞാനൊരു ദൂത് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയട്ടെ. ഇന്ന് രാത്രി മുതൽ, അത് മിഡ് നൈറ്റ് 12 ആകാം, 1 ആകാം, 1:30 ആകാം, 2 ആകാം, 2:30 ആകാം, നിങ്ങൾക്ക് പരിചിതമല്ലാത്ത സമയമാകാം, നിങ്ങൾ അലാം വെക്കാത്ത സമയമാകാം, നിങ്ങൾക്ക് ഒരാളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നിങ്ങൾക്ക് പരിചയമല്ലാത്ത ഏതോ ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ തട്ടി ഉണർത്തിയിട്ട് എനിക്ക് ചില നിയോഗങ്ങളെ പകരാനുണ്ട്, ഒന്ന് എഴുന്നേൽക്കാമോ എന്ന് ചോദിച്ചാൽ, എൻ്റെ സമയമല്ല, ഞാൻ അലാം വെച്ച സമയമല്ല, ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് ടയേർഡ് ആകുകയാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കാതെ ആ വിസിറ്റേഷൻ സമയം, ആ വിസിറ്റേഷൻ ടൈം, ആ ഹെവൻലി വിസിറ്റേഷൻ ടൈം, ഇത് എനിക്ക് വേണ്ടി സ്വർഗം സ്കെഡ്യൂൾ ചെയ്ത ടൈമാണെന്നോർത്ത് എഴുന്നേറ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ദൈവമക്കളെയോ റമന ശബരത്തേരി ഗൽഖദിയാന. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഇതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കോളിംഗ് ഉള്ളവനെ ദൈവം വിസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, എവരി 24 hours ഒരു സമയം ദൈവം നിങ്ങളെ വിസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഇത് പലയിടങ്ങളിൽ നിയോഗത്തോടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ അലാം വെക്കാത്ത ഒരു സമയം, നിങ്ങൾ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം, ഒരു എക്സാമ്പിൾ പറയാ, 1:30 നിങ്ങൾ എങ്ങനെയോ കണ്ണു തുറന്നു. നിങ്ങൾ എങ്ങനെയോ കണ്ണു തുറന്നതല്ല, നിങ്ങളെ കണ്ണു തുറപ്പിച്ചതാണ്. നിങ്ങൾ ഫോണിൽ നോക്കുമ്പോ, ഇനിയുണ്ടല്ലോ 3 മണിക്കൂർ. നോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ദ നെക്സ്റ്റ് ഡേ സെയിം ടൈമിൽ നിങ്ങൾ കണ്ണു തുറന്നിരിക്കും. പിന്നെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ദ വെരി നെക്സ്റ്റ് ഡേ സെയിം ടൈമിൽ. ദാറ്റ് ഈസ് യുവർ വിസിറ്റേഷൻ ടൈം. ആ ടൈം നിങ്ങൾ മിസ്സാക്കാതെ എഴുന്നേറ്റ് 10 മിനിറ്റ് ആണെങ്കിലും സാരമില്ല, ആ പ്രസൻസിന്റെ അകത്തിരുന്നാൽ ആ 10 മിനിറ്റ് ദൈവം നിങ്ങളോട് ഇടപെടുന്നത് പോലെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ക്രമീകരിക്കുന്നത് പോലെ, ഈ ഉലകത്തിൽ മറ്റാർക്കും വേണ്ടി ആ സമയത്ത് ദൈവം ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ അനുഭവമുള്ളവരുണ്ടോ? അങ്ങനെ അനുഭവമുള്ളവർ മാത്രം കൈയൊന്ന് ഉയർത്താമോ? ഞാൻ ആ പറഞ്ഞ സമയം, I know my time. ഇനി ആ സമയത്തിന്റെ 10 മിനിറ്റ് മുമ്പാണ് ഞാൻ ഉറങ്ങുന്നതെങ്കിലും ആ ടൈമിൽ, അവിടെയാണ് ശാരീരിക ബലഹീനതയെ കവിയുന്ന ദൈവത്തിന്റെ കൃപ ആ മുറിക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നത്. എനിക്കറിയാം, ഇവിടെ നേരത്തെ സിസ്റ്റർ പറഞ്ഞ ഒരു ടാൻജിബിൾ പ്രസൻസ് ഉണ്ട്, നിങ്ങൾക്കത് ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പ്രൈസ് ടു ജീസസ്. ഇനി ആ ടൈമിനെ നിങ്ങൾ മിസ്സാക്കല്ലേ കേട്ടോ. ഇനി ആ ടൈമിന്, അത് രാത്രി തന്നെ ആവണമെന്നില്ല, പകരം എവറി 24 hours ഒരു ടൈം, അത് ഇന്നു മുതൽ നോക്കിക്കോണം. നിങ്ങളുടെ മേൽ ഒരു നിയോഗം ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നിശ്ചയമായും വ്യക്തിപരമായി ഇടപെടലുകൾ നടത്തിയിരിക്കും. Praise to Jesus. Praise to Jesus. സെക്കറിയാവ് ഇങ്ങനെ എഴുതി 10ാമത്തെ അധ്യായം വന്നപ്പോൾ
ആമേൻ. അവിടെ 1-ാമത്തെ വാക്യത്തിന്റെ അകത്ത് പറയുകയാണ്. ഇനി ആ വാക്ക് ഒന്നുകൂടെ വായിച്ചേ. പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പേ, യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുമല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്ച്ചു കൊടുക്കും. ലക്ഷക്കണക്കിന് ജനം പാർക്കുന്ന ദേശത്തിന്റെ നടുവിൽ ആരോടാ ഇത് പറഞ്ഞത്? സെക്കരിയാവിന്റെ അടുക്കലാ പറഞ്ഞത്. എന്തുകൊണ്ടാ സെക്കരിയാവിന്റെ അടുക്കൽ മാത്രം ഈ അരുളപ്പാടുണ്ടായത്? നമുക്ക് ചോദിച്ചും പറഞ്ഞൊക്കെ പോകാണേ. എനിക്ക് കേൾക്കുന്നില്ല. ആമേൻ സ്തോത്രം. പേരൊന്നും പറഞ്ഞിരുന്നില്ല. ആമേൻ സ്തോത്രം. അങ്ങക്ക് എന്നെയാണോ ആവശ്യം? അങ്ങക്ക് എന്നോടാണോ സംസാരിക്കണ്ടേ? എന്റെ ബിസി സ്കെഡ്യൂൾ ഞാൻ മാറ്റി വെക്കുവാണേ. ഞാൻ ഇന്നാ ആമേൻ സ്തോത്രം. ഇങ്ങനെ ആമേൻ സ്തോത്രം. നിങ്ങളോടുള്ള ബന്ധത്തിനകത്തുള്ള ദൂത് ശരിക്കും ആ കാലം എന്നുള്ളതാ കേട്ടോ, ആ സീസൺ എന്നുള്ളതാ. ഞാൻ അതിലേക്ക് വരാം. ആമേൻ സ്തോത്രം. സീസണെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആമേൻ സ്തോത്രം മെസ്സേജിന്റെ അവസാനം നമ്മൾ അതൊന്ന് ആമേ സംസാരിക്കുവേ. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയാറുണ്ട്. പെട്ടെന്ന് പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലത്ത് ഒരു ഇതിൽ എനിക്ക് യൂത്തിനോട് ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിക്കണം. നിങ്ങളൊന്ന് സഹകരിക്കണം. അവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. അവരോടുള്ള ദൂത് വന്നുകൊണ്ടിരുന്നോളും കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഇന്നലെ പകലും വൈകുന്നേരം അവരൊന്ന് മൈൻഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇന്ന് പകല് ആമേൻ സ്തോത്രം നിയോഗങ്ങൾ പ്രാപിച്ച വന്നിരിക്കുന്ന തീർച്ചയായും പരിശുദ്ധ ആത്മാവ് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ സ്തോത്രം. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇങ്ങനെ വ്യക്തിപരമായി തലപൊക്കി നോക്കുന്നവനെ, വ്യക്തിപരമായി അവൈലബിൾ ആകുന്നതിനെ, വ്യക്തിപരമായി പാദപീഠത്തിൽ ഇരിക്കുന്നതിനെ, വ്യക്തിപരമായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തോട് ഇന്നലെ പറഞ്ഞതുപോലെ മുഖാമുഖം ടോക്ക് ചെയ്യുന്നവനെ, വ്യക്തിപരമായി സ്പിരിറ്റിൽ ചിലത് സെൻസ് ചെയ്യുന്നവനെ ദൈവം എല്ലാ കാലത്തും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് ഒരുക്കുമ്പോഴെല്ലാം ആ കാലഘട്ടത്തിൽ ദൈവത്തിന് ഓർമ്മ വരുന്നത് ആരെയായിരിക്കും? അവനെയായിരിക്കും. ഇനി ഞാൻ പറയുന്ന വാക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. ഈ ദൈവം ഓർക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞേ. ഈ ദൈവം ഓർക്കുന്ന ദൈവമാണ്. ഒന്നുകൂടെ, ഈ ദൈവം ഓർക്കുന്ന ദൈവമാണ്. സോക്സ് ഒന്ന് ഊരിയതാ. ഈ തറ എനിക്ക് സ്ലിപ്പ് ആവുന്നതുകൊണ്ടാണ്. ഇതിനോടകം ഞാൻ 2 വട്ടം വീഴേണ്ടതാ. നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടാ. ആമേൻ സ്തോത്രം. ഈ ദൈവം ഓർക്കുന്ന ദൈവമാണ്. ഈ ഓർക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പറയേ, ഓ കർത്താവ് ഓർക്കുന്ന ദൈവം. ഇനി ഞാൻ ആ വാക്കിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുകയാണ് കേട്ടോ. വ്യക്തിപരമായി അവൈലബിൾ ആകുന്നവനെയാണ് ദൈവം ഓർക്കുന്നത് കേട്ടോ. വ്യക്തിപരമായി അവൈലബിൾ ആയ ഈ ഓർക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഈ വേദപുസ്തകത്തിന്റെ അകത്ത് ഒരു ബുക്കുണ്ട്, ബുക്ക് ഓഫ് റിമംബറൻസ് അല്ലെങ്കിൽ സ്മരണയുടെ പുസ്തകം. കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഉണ്ട്. എന്താ ഓർമ്മയുടെ പുസ്തകം എന്ന് പറയും. ഈ യോസെഫ് കാരാഗ്രഹത്തിന്റെ അകത്ത് വെച്ച് ഒരു മനുഷ്യനോട് പറയുക, എന്നെ ഒന്ന് ഓർത്തേക്കണേ. എന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്നെ ഒന്ന് ഓർക്കണേ. ഓർത്താൽ എന്തെങ്കിലും നടക്കും, എന്തെങ്കിലും ചെയ്യും. അത് മനുഷ്യനോടാ പറഞ്ഞേ. ഇനി നിങ്ങൾ അങ്ങോട്ട് വായിച്ചു വരുമ്പോ ദൈവം അവനെ ഓർത്തു, ദൈവം അവളെ ഓർത്തു എന്നുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റും. പുതിയ നിയമത്തിലോട്ട് കയറുമ്പോൾ ക്രൂശിൽ കിടക്കുമ്പോൾ കള്ളം പറയാ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ. ഇനി അതിന് തൊട്ടു മുമ്പ് അന്ത്യത്താഴ സമയത്ത് ആമേൻ സ്തോത്രം വീഞ്ഞും അപ്പൊക്കെ നുറുക്കി കൊടുക്കുന്ന സമയത്ത് കർത്താവ് പറയാ, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും. അങ്ങനാണോ വാക്യം? എല്ലാരും തലയാട്ടി. അങ്ങനാണോ വാക്യം? നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ. അങ്ങനാണോ വാക്യം? അങ്ങനാണോ വാക്യം? നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും, കൂടി വരുമ്പോഴെന്നല്ല, നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. എന്റെ ചോദ്യം, യേശു 3.5 വർഷം അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, ഭൂതഗ്രസ്തരെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. ഒത്തിരി ഉപമകൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തു, ഒത്തിരി വചനത്തിന്റെ മിസ്റ്ററികൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തു, സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള റെവലേഷൻ രഹസ്യത്തിലും പരസ്യത്തിലും ഇവർക്ക് പറഞ്ഞു കൊടുത്തു. ഓർത്തു വെക്കാൻ പറ്റിയത് ഒത്തിരി പ്രസംഗങ്ങൾ യേശു പ്രസംഗിച്ചു. ഇത്രയും ചെയ്തിട്ട് ഇനി ഇത് ചെയ്തെങ്കിലേ യേശുവിനെ ഓർക്കത്തോളൂ. ഇത് ചെയ്തിട്ട് വേണോ ഇനി ഇവർക്ക് കർത്താവിനെ ഓർക്കാൻ, നമുക്ക് കർത്താവിനെ ഓർക്കാൻ? അതെന്താ സംഭവം? അവിടെ
ഓർമ്മ എന്നുള്ള പദത്തിന് കൊടുത്തിരിക്കുന്ന വേർഡ് അനാംനെസിസ് എന്നാണ്. എന്താണ് അനാംനെസിസ്? അനാംനെസിസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ എപ്പോഴോ നടന്ന ഒരു സംഭവം ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടി ഓർക്കുക എന്നുള്ളതല്ല. പാസ്റ്റിൽ നടന്ന, ഭൂതകാലത്ത് നടന്ന ഓരോ കാര്യങ്ങളും റിക്കളക്ട് ചെയ്തുകൊണ്ട് പ്രസന്റിൽ ഇരുന്ന് ഫ്യൂച്ചറിന് വേണ്ടി ചിലത് ക്രമീകരിക്കുകയാണ്. നാളെ കർത്തൃമേശയുണ്ടല്ലോ, നമുക്ക് എടുക്കുമ്പോൾ ഭൂതകാലത്ത് പാസ്റ്റിൽ കർത്താവ് ചെയ്ത ഓരോ കാര്യങ്ങളും ഈ പ്രസന്റിൽ ഇരുന്ന് റീകളക്ട് ചെയ്ത് ഫ്യൂച്ചറിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ആകുകയാണ്. അതാണ് റിമംബറൻസ്. ഇത് തന്നെയാണ് ദൈവം നമ്മളെ കുറിച്ച് ഓർക്കുമ്പോഴും ചെയ്യുന്നത്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചെയ്തത്, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വില കൊടുത്തത്, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ദൈവരാജ്യത്തിനു വേണ്ടി ആർക്കെങ്കിലും തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ ഇല്ലാതിരുന്നപ്പോഴും ആരെയൊക്കെയോ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ ശേഷിയില്ലാതിരുന്നപ്പോഴും ഉപവസിച്ച് സ്തോത്രം മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ, സ്തോത്രം ഡ്യൂട്ടി എങ്ങനെയെങ്കിലും മാറ്റി ആലയത്തിൻ്റെ അകത്തേക്ക് വരാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മീറ്റിങ്ങുകൾ മിസ്സാക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, സ്തോത്രം എന്ത് പോയാലും സാന്നിധ്യം പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ദൈവം റിക്കളക്ട് ചെയ്യോ. പ്രസന്റിൽ ഇരുന്നു കൊണ്ട് സ്വർഗരാജ്യത്തിൽ റിക്കളക്ഷനുകൾ നടക്കോ. ദൂതസംഘം കൂടോ, സ്വർഗീയ സൈന്യങ്ങൾ സദാ സന്നദ്ധരാവോ. ദൈവം അതൊക്കെ റിക്കളക്ട് ചെയ്തിട്ട് ഫ്യൂച്ചറിനു വേണ്ടി നിങ്ങൾക്ക് ചില ആക്ടുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് Praise to Jesus. ഞാൻ അവളെ ഓർത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ ഓർക്കുന്ന പ്രോസസ് അല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് അനാംനെസിസ് ആണ്. മനസ്സിലായോ? മനസ്സിലായോ? ഒറ്റ ചോദ്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ എപ്പോഴും പറയില്ലേ, എസ്തേറിനെ ഒരു കമ്മ്യൂണിറ്റിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി എസ്തേറിനെ ദൈവം ഉപയോഗിച്ചു. എസ്തേർ ചെന്ന ഉടനെ രാജാവ് പൊൻചെങ്കോൽ നീട്ടി എസ്തേറിനെ ദൈവം ഉപയോഗിച്ചു. ഐ എഗ്രി ദാറ്റ്. പക്ഷേ വാസ്തവത്തിൽ അതിന്റെ മൂല കാരണം എന്താണ്? എസ്തേർ ചെന്ന ഉടനെ രാജാവ് പൊൻചെങ്കോൽ നീട്ടിയത് എസ്തേറിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണോ? എസ്തേർ അതിനുവേണ്ടി സമർപ്പിച്ചോണ്ടാണോ? എനി അതർ ആൻസർ. എസ്തേർ ഉപവസിച്ചോണ്ടാണോ? എനി അതർ ആൻസർ. ദൈവം എസ്തേറിനെ ഓർത്തോണ്ടാണോ? എനി അതർ ആൻസർ. ഇതിനൊക്കെ മുൻപേ രാജാവ് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഓപ്പൺ ആക്കി. ഒരാളുടെ പേര് അതിനകത്ത് കണ്ടു. ആരുടെ പേരാ കണ്ടേ? മൊർദെഖായി. ദിനവൃത്താന്തങ്ങളെ അറിയപ്പെടുന്ന ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന, കഴിഞ്ഞ നാളുകളിൽ ചെയ്തതെല്ലാം എഴുതി വച്ച പുസ്തകം. മൊർദെഖായിയുടെ പേര് കണ്ടപ്പോൾ രാജാവ് ചോദിക്കുക, ഇവൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇവന് വേണ്ടി എന്തെങ്കിലും തിരിച്ചു ചെയ്തിട്ടുണ്ടോ? ഇല്ല. രാജാവ് അതങ്ങനെ ഹൃദയത്തിലിട്ട് ഏതു നിലവാരത്തിലാ ഇപ്പോ എവനെ എനിക്കൊന്ന് ഓർക്കാൻ പറ്റുക എന്ന് ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ ഓൺ ടൈമിൽ എസ്തേറിന്റെ എൻട്രി. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ? ഒരു വചന വെളിപ്പാട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം മാത്രമൊന്നുമല്ല. ഞാൻ ഇന്ന് പകല് ഈ ഒരു വചനം ആത്മാവ് എനിക്ക് തന്നപ്പോൾ പരിശുദ്ധ ആത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ ഹൃദയത്തിൻ്റെ അകത്ത് അങ്ങ് ഇടപെടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവര് വിചാരിച്ചാലേ അത് നടക്കത്തോളെന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ,
ഞാൻ ചെന്ന് കയറുന്നതിന് മുൻപ് അവരുടെ ഒരു ഫേവർ, അവരുടെ ഹൃദയം എനിക്ക് അനുകൂലമാകണം എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി സ്പെസിഫിക്കലി ഫാസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം അവരെ മുഖാന്തരമായി എടുക്കുമ്പോൾ തന്നെ ദൈവം ആദ്യം നോക്കുന്നത് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ, ബുക്ക് ഓഫ് റിമംബറൻസിൽ കഴിഞ്ഞ നാളുകളിൽ എന്ത് ദൈവത്തിന് റീകളക്ട് ചെയ്യാൻ പറ്റും, ആർക്കു വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് എന്ത് ഓർത്തെടുക്കാൻ പറ്റുമോ, ദൈവം ഓർക്കുന്ന ദൈവമാണ്. ഇമ്മീഡിയറ്റ് ആക്ഷൻ പുറപ്പെടണോ? ഇമ്മീഡിയറ്റ് ആക്ഷൻ പുറപ്പെടണോ? The only one secret ലാസ്റ്റ് മൊമെന്റ് വരെ എങ്ങനെയാ? Praise to Jesus. Praise to Jesus. Praise to Jesus. മാതാപിതാക്കൾ ചെയ്തത്, സഹോദരങ്ങൾ ചെയ്തത്, കുടുംബക്കാർ ചെയ്തത്, സഭ ചെയ്തത് എല്ലാം ദൈവം ഇങ്ങനെ ടിക്കറ്റ് വന്ന് 50% ഫില്ലായിരിക്കുമ്പോൾ അടുത്ത 50% കൂടുതൽ ആർക്കു വേണ്ടിയിട്ടാണോ ദൈവം പ്രവർത്തിക്കേണ്ടത് അവർ. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് അറിയാമോ? വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ ഓർക്കാൻ പാകത്തിൽ കർത്താവ് മനഃപൂർവ്വമായി ചില ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ മുൻപാകെ തുറക്കപ്പെടുമ്പോൾ അത് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പക്ഷേ അത് പുൾപിറ്റിൽ കയറുന്നതായിരിക്കില്ല, മൈക്ക് പിടിക്കുന്നതായിരിക്കില്ല, 4 ആൾക്കാർ അറിയുന്നതായിരിക്കില്ല, ഫ്ലയറിൽ ഒരു പക്ഷേ ഫോട്ടോയും പേരും വരുന്നതായിരിക്കില്ല. ഒരു പക്ഷേ ഒരു പായിടാനായിരിക്കും, ഒരു ചെയർ ഇടാനായിരിക്കും, ആർക്കൊക്കെയോ വേണ്ടി ലീഡുവിൽ നിന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. നിങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങൾക്കകത്ത് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവരെന്റെ ആരുമല്ലോ, അവര് നിങ്ങളുടെ ആരുമാകണ്ട. പക്ഷെ എന്തോ ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ ചില വ്യക്തികൾക്ക് വേണ്ടി ഇടുവിൽ നിൽക്കാൻ പാകത്തിന് ദൈവം നിന്നെ കണ്ടതെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നീ മിസ് ചെയ്യരുത്. അത് ദൈവം റീകളക്ട് ചെയ്യാൻ പാകത്തിൽ എഴുതി വെക്കുന്ന ദൈവമാണ്. ഓർമ്മയുടെ പുസ്തകത്തിനകത്ത് ചിലരുടെ പേര്, ഓർമ്മയുടെ പുസ്തകത്തിനകത്ത് വരും ദിവസങ്ങളിൽ ചെങ്കോൽ നീട്ടുന്നതിന് മുൻപ് ബുക്ക് ഓഫ് റെക്കോർഡ്സുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓർമ്മയുടെ പുസ്തകത്തിന്റെ അകത്തളങ്ങൾക്കകത്ത് ആ പുസ്തകത്താളുകൾ മറിക്കുമ്പോൾ നിങ്ങളിൽ ചിലരുടെ നെയ്യും എന്റെ ദൈവത്തിന് കാണണം, എന്റെ ദൈവത്തിന് കാണണം, എന്റെ ദൈവത്തിന് കാണണം. Praise to Jesus. Praise to Jesus. Praise to Jesus. ഞാൻ വിശ്വസിക്കുന്നു കാലഘട്ടങ്ങൾ ഒന്നും അനുകൂലമല്ലാതിരിക്കുമ്പോഴും സെഖരിയാവിനെ ദൈവം ഓർത്തു. വിശ്വസ്തയോടെ ചില അരുളപ്പാടുകൾ അവന്റെ കയ്യിൽ കൊടുത്തു. വിശ്വസ്തയോടെ നിൽക്കുമെന്ന് ദൈവത്തിന് ഉറപ്പായിരുന്നു. പബ്ലിക് ലൈഫിലും പ്രൈവറ്റ് ലൈഫിലും വിശ്വസ്തയോടെ നിൽക്കുമെന്ന് ദൈവത്തിന്, പാസ്റ്റർ കാണുമ്പോഴും കാണാത്തപ്പോഴോ വിശ്വസ്തയോടെ നിൽക്കുമെന്ന് ദൈവത്തിന്, ഹസ്ബൻഡ് അടുത്തുള്ളപ്പോഴും അടുത്തില്ലാത്തപ്പോഴോ വിശ്വസ്തയോടെ നിൽക്കുമെന്ന് ദൈവത്തിന്. മോളെ, ആത്മതലങ്ങളിൽ നമ്മുടെ റാങ്കിങ്ങുകൾ, നമ്മുടെ ലെവലുകൾ വർദ്ധിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ ഒരുപാട് നേരം പ്രാർത്ഥിക്കുമ്പോഴല്ല. ആമേ സ്തോത്രം. എന്തോ ഇത് കയറി വന്നുകൊണ്ട് പറയാണേ, പാപം ചെയ്യാൻ അവസരമുള്ളപ്പോഴും അതിൽ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോഴാണ് നമ്മുടെ റാങ്കിങ്ങുകൾ വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ. ഒത്തിരി പ്രാസമൊപ്പിച്ച് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും, വാക്ചാതുര്യത്തോടെ പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും, ചില പ്രത്യേക മേഖലയ്ക്കകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ആരും കാണുകയല്ല, ആരും അറിയുകയല്ല. പക്ഷെ സ്റ്റിൽ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ബോധ്യം അകത്തളങ്ങളിൽ കത്തുമ്പോൾ അതിനോട് നോ പറയുമ്പോഴാണ് നിങ്ങളുടെ ലെവലുകൾ ആത്മതലങ്ങളിൽ ഇൻക്രീസ് ആകുന്നത്. അങ്ങനെ നടക്കുന്നവനാണ് പൊതുസ്ഥലത്ത് വെച്ച് എന്തെങ്കിലും കമാൻഡ് ചെയ്യുമ്പോൾ അത് നടക്കുന്നത്. അവർ പ്രാർത്ഥിക്കുമ്പോഴാണ് രോഗികൾ സൗഖ്യമാകുന്നത്. ഷോ ഓഫ് എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല.
അഭിനയിക്കുന്നത് എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല. എന്തെങ്കിലും ആരെങ്കിലും കാണട്ടെ എന്നും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ഒരു പരിപാടിക്കും എൻ്റെ ദൈവം കൂട്ടു നിൽക്കത്തില്ല. നിങ്ങൾ എങ്ങനെയാണോ 24 മണിക്കൂറും ദൈവസന്നിധിയിൽ നിൽക്കുന്ന അതിനനുസരിച്ചാണ് നിങ്ങളുടെ വാക്കുകൾ ദൂതന്മാർ കളക്ട് ചെയ്യുന്നത്. ഞാൻ ആത്മാവിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്, ഈ സഭയ്ക്കകത്ത് അങ്ങനെ നിൽക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റിരിക്കും. അത് വിശ്വസിക്കാമോ? അത് വിശ്വസിക്കാമോ? അങ്ങനെ നിൽക്കുന്ന മോനെ 24 hours ഹോളി സ്പിരിറ്റുമായി കണക്ട് ചെയ്യപ്പെടണം. കൈവിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല നമുക്ക്. ആത്മാവ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യണം. റൈറ്റിലുള്ള എനിക്കറിയത്തില്ല കേട്ടോ, ഇതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ചെക്ക് മൈ ബുക്ക്. ആമേ സോത്ര. റൈറ്റിലുള്ള പച്ച പന്തരം ലെഫ്റ്റ് കാണത്തില്ല, പക്ഷെ സ്റ്റിൽ ആത്മാവ് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാൻ പറയുമ്പോൾ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുക. ആത്മാവ് പറയാ നോ, ടേൺ റൈറ്റ്, മൂവ് ഫോർവേഡ്. ഒന്നും കാണത്തില്ല, ജസ്റ്റ് മൂവ് ഫോർവേഡ്. നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ അതുവരെ കാണാത്തത് ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധ ആത്മാവ് പറഞ്ഞിട്ടുള്ള മാനുഷിക വാക്കുകൾക്ക് നിന്റെ ലൈഫിനകത്ത് സ്ഥാനമില്ല. മാനുഷിക ആലോചനയ്ക്ക് നിന്റെ ലൈഫിനകത്ത് സ്ഥാനമില്ല. ഒരു ഒപ്പീനിയനും നിന്റെ ലൈഫിനകത്ത് സ്ഥാനമില്ല. ആത്മാവ് പറയുന്നു, ഒന്നും കണ്ടില്ലെങ്കിലും പരിശുദ്ധ ആത്മാവ് എന്ത് നിയോഗമാണോ തരുന്നത് അതിനനുസരിച്ച് ഈ ദിവസങ്ങളിൽ സ്റ്റെപ്പ് ഇൻ ചെയ്തോ. നിന്നെ ഓർക്കാൻ പാകത്തില് ഞാൻ ചിലത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ആത്മാവ് ദൂത് പറയാൻ പറയുകയാണ്. Praise to Jesus. Praise to Jesus. Praise to Jesus. Praise to Jesus. മക്കളെ, ഇങ്ങനെ നമ്മൾ നടന്നു കയറുമ്പോൾ കർത്താവ് പറയുക, പിന്മഴയുടെ സമയമായി. എന്തിന്റെ സമയം? അതല്ലേ നമ്മൾ പാടിയത് അല്ലേ? ആമേ. എന്തുവാ? പിന്മഴ നൽകണം. ആ വേർഡ് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എനിക്കൊരു കൺഫർമേഷൻ ആയിരുന്നു കേട്ടോ. അത് നമ്മൾ ഡിസ്കസ് ഒന്നും ചെയ്തില്ല, അത് അങ്ങനെ വരുത്തോളൂ. ആമേൻ സ്തോത്രം. പിന്മഴയുടെ സമയമായി. ഇനി എന്നെ ശ്രദ്ധിക്കണേ, ഈ ടൈം ആയെന്ന് കേട്ടാ പിന്നെ വെയിറ്റ് ചെയ്യല്. നിങ്ങളുടെ സീസൺ, ഈ സീസൺ എന്നൊക്കെ പറയുന്ന ന്യൂജൻ വേർഡൊന്നും അല്ല കേട്ടോ, അങ്ങനൊന്നും തെറ്റിദ്ധരിക്കല്ലേ. അത് ബൈബിളിലുള്ള വാക്കാം. നിങ്ങൾക്ക് ആ കാലത്തിന്റെ ട്രാൻസ്ലേഷൻ നോക്കിയാ സീസൺ, ടൈം, കാലഘട്ടം എന്നൊക്കെയാ കാണാൻ പറ്റുന്നത്. സമയമായെന്നല്ലേ, പിന്മഴയുടെ സമയത്ത്. ആ സീസൺ ആയെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പിന്നെ നാട്ടുകാരെ നോക്കരുത്, പിന്നെ വീട്ടുകാരെ നോക്കരുത്, പിന്നെ ആരെന്നാ പറയുന്നത് നോക്കരുത്. നിങ്ങളുടെ ടൈമായെന്ന് തോന്നിയാൽ നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കണം. Praise to Jesus. Hallelujah. നമ്മൾ കണ്ടിട്ടില്ലേ, ഒത്തിരി പേരൊക്കെ ഈ കൂടുന്ന മീറ്റിങ്ങുകൾക്കകത്ത് നമ്മൾ ചില വാക്കുകളൊക്കെ ചിലപ്പോൾ ഇത്ര ശബ്ദമൊന്നും ഉയർത്തണ്ട, നമ്മളിങ്ങനെ സിമ്പിളായി നിന്ന് പറഞ്ഞാലും എല്ലാവരും മിണ്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സഹോദരൻ മാത്രം ശക്തമായി ആരാധിക്കും. അപ്പൊ നമുക്ക് തോന്നുവേ അതിന് എത്ര വലിയ ദൂതൊന്നും അല്ലല്ലോ, എന്തിനാ ഇവര് കിടന്ന്. അതെന്താണെന്നറിയാമോ? ആ വാക്ക് അവരോടുള്ള ബന്ധത്തിന്റെ അകത്ത് അതൊരു എൻട്രി പോയിന്റാ. അത് അവർ പിടിക്കുന്നോണ്ടാണ് അവരതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇവിടെ പാസ്റ്റർ സ്തുതിക്ക് കൈയുയർത്തുന്ന പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ ടച്ച് ചെയ്യുന്നത് തോന്നിയാൽ നിങ്ങൾക്ക് ആ ടൈമിൽ സ്പിരിറ്റിൽ നിങ്ങൾക്ക് എൻ്റർ ആകാം. ആത്മാവിൽ നിങ്ങൾക്ക് അതിനോട് എൻ്റർ ചെയ്യാൻ പറ്റും. ആമേ. പക്ഷേ ആ സീസൺ മിസ്സാക്കിയാൽ ഞാൻ അതിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട് മക്കളെ. ഈ ഡോറില്ലേ, വാതില്, നമ്മുടെ നാട്ടിലൊക്കെ ഈ വീടിന്റെ ഡോറ് മറ്റേ ഈ പെഡൽ ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന, ഹാൻഡിൽ ഓപ്പൺ ആക്കുന്ന ഡോറാ അല്ലേ, മറ്റേ കീ ഇട്ട് തുറന്നിട്ട്. നമ്മുടെ ജർമ്മനിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കായിരിക്കും ലോക്ക് ചെയ്യുന്നുണ്ട്. ആ ലോക്ക് കോഡ് അറിയാവുന്നവർക്ക് അത് ഓപ്പൺ ചെയ്യാം. ചില വാതിലുണ്ട് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മളെ സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. പക്ഷെ വേറെ ചില വാതിൽ കണ്ടിട്ടുണ്ടോ, ഈ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ, വലിയ മോളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ
കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാതിൽ കണ്ടിട്ടുണ്ടോ? റൊട്ടേറ്റിംഗ് ഡോർ ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ശരിക്കും ഐറിഷ് ആണോ സംസാരിക്കുന്നത്? എൻ്റെ മലയാളം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇടയ്ക്ക് ഇത്തിരി കൊല്ലം ഭാഷയൊക്കെ വന്നാലും അങ്ങ് ക്ഷമിച്ചോണം കേട്ടോ. സ്തോത്ര. ഓക്കെ അല്ലേ? ഡോറിനെ കുറിച്ച് ചിന്തിക്കുവാണോ? ഓക്കെ. സിസ്റ്റർ ഇങ്ങനെ അതേത് ഡോറ എന്നാലും അത് കണ്ടിട്ടുണ്ടോ? കറങ്ങി 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 വരുന്നേ. ഈ വരുമ്പോ അത് ഓപ്പൺ ആയിക്കൊണ്ട് ഇങ്ങനെ ഇത് വരുമ്പോ നമ്മുടെ മുമ്പിൽ വരുമ്പോ അന്നേരം നമ്മൾ അതിനകത്തോട്ട് കയറിയില്ലെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ഫോർ അനദർ ടേൺ. പിന്നെ നിങ്ങൾ അത് ഒന്നുകൂടെ കറങ്ങി വരുന്നവരെ, അതോ നിങ്ങൾ ഇല്ല ഞാൻ ഈ ക്ലാസ് പൊട്ടിച്ചാലും ഇടിച്ചു കയറി എന്നാ പിന്നെ ജയിലിൽ കിടന്നോണ്ട് സ്തോത്ര. ഹല്ലേലൂയ സ്തോത്ര. സമയമായെന്നറിഞ്ഞിട്ടും അത് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നെന്നറിഞ്ഞിട്ടും അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തത് തുറക്കുന്നതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പിള്ളേര് പറയും കല്യാണം അത് വന്നിട്ട് സ്തോത്ര കുറച്ചുകൂടെ ഒക്കെ ആകട്ടെ, ഞങ്ങളൊന്ന് ജോലി കിട്ടട്ടെ, ഞങ്ങളൊന്ന് സെറ്റിൽ ആകട്ടെ, അത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു 10, 28, 29 വയസ്സ് ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മെച്ചൂർഡാട്ടെ, ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് അടിച്ചു പൊളിക്കട്ടെ. നിങ്ങൾ വിചാരിക്കുമ്പോ നടക്കുന്നതാണോ കല്യാണം? കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ഞങ്ങളൊന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു. ഹലോ, നിങ്ങൾ വിചാരിക്കുമ്പോ ഉണ്ടാകുന്നതല്ല അത്. ഇതിനൊക്കെ പിൻപിൽ എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല, ഒരു ദൈവവൈദ്യന്റെ ലൈഫിൽ അതിനകത്ത് ദൈവത്തിന്റെ കാര്യം ചലിച്ചേ പറ്റത്തുള്ളൂ. ആ എക്സാം ഞാൻ എഴുതുന്നില്ല, ഞാൻ എഴുതിയാൽ ശരിയാകത്തില്ല. എന്റെ ക്വാളിഫിക്കേഷൻ, എന്റെ ലാംഗ്വേജിന്റെ ഫ്ലുവൻസി അതിന് ആപ്റ്റ് ആകത്തില്ല. മിസ്സാക്കല്ലേ കേട്ടോ, മിസ്സാക്കല്ലേ. അത് സീസൺ ആകയാൽ നിന്റെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അല്ല അവിടെ മാനദണ്ഡമായി വരുന്നത്. Just enter into that. ചുമ്മാ കയറി നിക്ക. അതിന്റെ അകത്തേക്ക് എൻ്റർ ആകുക. ആ സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക. അതിനകത്തേക്ക് എൻ്റർ ആയിട്ട് പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിപ്പിൻ. ഇവിടെ ഷോൺ പാസ്റ്റർ പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞു. ചിലര് എൻ്റർ ആകും പക്ഷെ മിണ്ടാതെ നിൽക്കും. ഇത് സമയമായിട്ടും അതരങ്ങൾ അടച്ചു വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വലിയ അബദ്ധം വേറെ ഇല്ലെന്ന്. ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കാലഘട്ടമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും നിങ്ങൾ അടച്ചു പൂട്ടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വലിയ മിസ്റ്റേക്ക് വേറൊന്നുമില്ല. സീസണകത്ത് എൻ്ററായ വലിയ യുദ്ധങ്ങളൊന്നും ചെയ്യേണ്ടി വരത്തില്ലായിരിക്കും, പക്ഷേ ആദരം തുറക്കണം, വാ തുറക്കണം. എന്തൊക്കെ കഴിഞ്ഞ നാളുകളിൽ കേട്ടിട്ടുണ്ടോ അത് മൊത്തം ഡിക്ലെയർ ചെയ്യണം, പ്രൊക്ലെയിം ചെയ്യണം. Praise to Jesus. യഹോവയോട് അപേക്ഷിപ്പിൻ. ഇംഗ്ലീഷിൽ ആസ്ക് എന്നായിട്ടിരിക്കുന്ന ആസ്ക്. ഞാൻ ചോദിച്ച ശരിയാകും, കാരണം ഇത് നിന്റെ സീസണാണ്. എനിക്കിതിന് സംസാരിക്കാൻ അറിയുകയല്ല സിസ്റ്റർ, അറിയണ്ട, കാരണം ഇത് നിന്റെ സീസണാണ്. മറ്റുള്ള സഭകളെ വെച്ച് നോക്കുമ്പോൾ സ്ട്രെങ്ത് കുറവാണോ, ആലയത്തിന് വലിയ വലിപ്പമുണ്ടോ, പെരുപ്പമുണ്ടോ, ബഹുത്വമുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തോ ഇത് സീസൺ ആകയാൽ ഒരുമിച്ച് ദൈവത്തോട് ചോദിക്കൂ. അതിന്റെ സ്പീഡുകൾ ദൈവാത്മാവ് വർദ്ധിപ്പിക്കുമെന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. ഷോൺ പാസ്റ്ററെ, വേദപുസ്തകത്തിനകത്ത് 2-3 വാക്കുകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. മോശയുടെ കാലത്ത്, ദാവീദിന്റെ കാലഘട്ടത്തിൽ, അക്കാലത്ത് സീസണെ മനസ്സിലാക്കി കയറി നിന്ന് വാ തുറന്നവന്റെ പേരിൽ അക്കാലഘട്ടത്തെ അറിയപ്പെടുകയാണ്. ദൈവ
മോശയുടെ Praise to Jesus. Praise to Jesus. മക്കളെ, ഈ കാലഘട്ടം വന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ പൈശാചിക തലങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും നിങ്ങളെ പിടിച്ചു വലിച്ച് ഡേഞ്ചറസ് സോണിൽ ഇടുക എന്നുള്ളതാണ്. ഇനി എനിക്ക് അവരോട് സംസാരിക്കണം. ഇന്ന് 3 പേരെ വന്നിട്ടുള്ളൂ. ഇന്നലത്തെ ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവിടെ ഒളിച്ചിരിക്കുക. കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അമ്മു എവിടെ? അമ്മു കേട്ടോണേ. ആൻറ്റി ഒരു പദം പറഞ്ഞു, ഡേഞ്ചറസ് സോൺ. ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ഒരു പദം കേട്ടോ. മെസ്സേജുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് തോന്നത്തില്ലായിരിക്കും, പക്ഷെ ജസ്റ്റ് റിസീവ് ഇറ്റ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഡേഞ്ചറസ് സോണിനെ കുറിച്ച് നിങ്ങളും കേൾക്കണേ. സീസണായെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിശാച് ചെയ്യുന്ന പൈശാചിക തലത്തിന് നല്ല നിങ്ങളെക്കാൾ നല്ല വൃത്തിയായിട്ട് അറിയാം. യവൻ എൻ്റർ ആയാൽ അതിന് മാക്സിമം ചെയ്യുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, സീസണിനകത്ത് പ്രവേശിക്കാതിരിക്കാൻ നിങ്ങളുടെ കണ്ണടച്ചു കളയുവാൻ തക്കവണ്ണം റോങ് കണക്ഷനുകളെ കൊണ്ടിടും. നിങ്ങൾക്ക് തോന്നും അവരാണ് നിങ്ങളുടെ ഡെസ്റ്റിനി ഹെൽപ്പർ. അല്ല, അവര് പൈശാചിക തലങ്ങളായ അയക്കപ്പെട്ടവരാണ്. അത് നമുക്ക് 2 കൊമ്പും പല്ലും കണ്ണൊക്കെ ഉരുട്ടി വന്നാൽ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. പൊട്ടക്കിണർ കണ്ടാൽ നമുക്ക് ഒഴിഞ്ഞു മാറാൻ അറിയാം. അടിമച്ചന്ത കണ്ടാലും നമുക്ക് കുതിറിയോടാൻ അറിയാം. കാരാഗ്രഹം കണ്ടാലും നമുക്ക് പ്രാർത്ഥിച്ച് ജയം എടുക്കാൻ അറിയാം. പക്ഷെ പോത്തിഫറിന്റെ ഭവനം വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ. ഇതാണോ ദൈവം ഒരുക്കിയ പൊസിഷൻ? അല്ല, അത് പിശാചിനാൽ അയക്കപ്പെട്ടവളാണ്. അത് യഥാർത്ഥ ഡെസ്റ്റിനിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി പിശാചിനാൽ ഒരുക്കപ്പെട്ട ഒരു ഡെമോ പ്ലേസ്. അവിടെ നിങ്ങൾ സ്റ്റക്കായി പോയാൽ സീസൺ അടഞ്ഞു പോകും. റോങ് കണക്ഷനുകളെ തിരിച്ചറിഞ്ഞു. അവർ ചിരിക്കുന്നവരായിരിക്കും, അവർ വർത്തമാനം പറയുന്നവരായിരിക്കും, ഒരുപക്ഷെ അവർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാമേ എന്ന് പറയുന്നവരായിരിക്കും, നിങ്ങളെ അനുഗ്രഹിക്കാൻ വരുന്നവരായിരിക്കും. 2, സമയമാകുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു ഭയം നിങ്ങളെ കയറി പിടിക്കുവാണെങ്കിൽ ഓർത്തോണം, പിശാചിന്റെ അടുത്ത അടവാണ്. അതുവരെ നല്ല എനർജിയോടെ ഓടിയവരാണ്, നല്ല ധൈര്യം ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ലതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ടൈം ആയെന്ന് കണ്ടപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു സ്പിരിറ്റ് ഓഫ് ഫിയർ കയറി പിടിക്കുകയാണ്. ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല. 3, ഭയങ്കര ബിസിയാക്കി കളയുകയാണ്. രാവിലെ സമയമില്ല. പണ്ടെല്ലാം അത്യാവശ്യം നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാനും കൂടെ ടൈം കണ്ടെത്താൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നിനും പറ്റുന്നില്ല. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി എങ്ങനെയാണെന്ന് അറിയുന്നില്ല. എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ കയറി വന്ന് ഭയങ്കര ബിസിയാകുക. ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓർത്തോണം, എന്തോ ഒരെണ്ണം ഓപ്പൺ ആകാൻ പോകുകയാ. ഒന്നും മൈൻഡ് ചെയ്യണ്ട, എല്ലാത്തിനെ വിട്ടോടി നേരെ കയറി പ്രവേശിച്ചോണം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ജയമെടുത്തില്ലെങ്കിൽ നിങ്ങളെ പയ്യെ ഡേഞ്ചറസ് സോണിൽ പിടിച്ചിടും. എന്താ ഈ ഡേഞ്ചറസ് സോൺ എന്നും കൂടെ ഞാൻ പെട്ടെന്ന് 2 മിനിറ്റ് വിശദീകരിച്ചിട്ട് സ്തോത്രം ഒരു ഭാഗം കൂടെ തൊട്ടിട്ട് നമ്മളൊന്ന് ഒരുമിച്ച് ആരാധിക്കാൻ പോകുകയാണ്. എന്താ മക്കളെ ഡേഞ്ചറസ് സോൺ? ഡേഞ്ചറസ് സോൺ എന്ന് പറഞ്ഞാൽ പൈശാചിക പരിധി, പിശാചിനാൽ ഒരുക്കപ്പെട്ട പരിധി. ദൈവം വെച്ച ബൗണ്ടറിക്കകത്തു നിന്ന് പയ്യെ അത് ഒരു രാവിലെ കൊണ്ട് സംഭവിക്കുന്നതല്ല, ഇറ്റ്സ് ഗ്രാജുവലി സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യൂത ഒറ്റ രാത്രി കൊണ്ടാണെന്ന്? നോ, അത് പ്ലാനിങ്. നീണ്ട ദിവസങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ആ ഡിസിഷനിലേക്ക് വരുന്നത്. എന്താ ഡേഞ്ചറസ് സോൺ? എങ്ങനെയാ നമ്മൾ ഡേഞ്ചറസ് സോൺ ആണോ സേഫ് സോൺ ആണോ എന്ന് അറിയുന്നത്? ഡേഞ്ചറസ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേഞ്ചറസ് സോണിലാണോ എന്ന് അറിയാനായിട്ട് സ്തോത്രം 3-4 കാര്യങ്ങൾ പറയാം. അത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോണം നിങ്ങൾ ഡേഞ്ചറസ് സോണിലാണോ എന്നുള്ളത്. ഹലോ,
കേൾക്കുന്നുണ്ടോ? ഡേഞ്ചറസ് സോണിലാണോ എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ വെരി ഫസ്റ്റ് ഞാനൊരു സിംറ്റം തന്നെ അതിനെ വിളിക്കുക. സിംറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, എഴുന്നേറ്റ് പെട്ടെന്ന് ധൃതി പിടിച്ച് സ്തോത്രം ഒരുങ്ങി യൂണിഫോം ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ ജോലി സ്ഥലത്തോ എവിടാന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. ഓക്കെ ഫൈൻ, ഒരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പോയി ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നു. വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുന്നു, ജോലി ചെയ്യുന്ന ആന്റിമാരാണെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്നു. വൈകുന്നേരം എല്ലാ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നു. ഓക്കെയാണ്. പക്ഷെ കിടക്കാൻ നേരത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നേ, അയ്യോ ഞാൻ ഇന്ന് വചനം വായിച്ചില്ലല്ലോ. ഞാനിന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ വചനം വായിച്ചില്ലല്ലോ. വചനം വായിക്കാത്തതല്ല പ്രശ്നം, പക്ഷെ വചനം വായിച്ചില്ലല്ലോ എന്ന ഓർമ്മ വന്നിട്ടും ഇറ്റ്സ് ഓക്കെ, നാളെ അതിനെ കവർ ചെയ്ത് വായിച്ചേക്കാം. വചനം വായിക്കാതിരുന്നിട്ടും രാത്രി 10 മണിയായപ്പോ അത് ഓർമ്മ വന്നിട്ടും ഇറ്റ്സ് ഓക്കെ എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചറസ്. സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ ഭയങ്കര കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ ഈ ലോകത്തെ 3 പവർഫുൾ കാര്യങ്ങൾ ഏതാണെന്ന്? ദ മോസ്റ്റ് 3 പവർഫുൾ തിങ്സ് ഇൻ ദിസ് വേൾഡ് ഏതാണെന്ന് ചോദിച്ചാൽ, 1 ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം. 2 നെയിം ഓഫ് ഗോഡ്, അവന്റെ നാമം. 3 നീണ്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാതെ വചനം കയ്യിൽ പിടിച്ച് കമാൻഡ് ചെയ്യുമ്പോൾ തന്നെ, ഈവൻ കമാൻഡ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ വചനം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ മുൻപിൽ ഭൂതങ്ങൾ അലറി ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രസംഗം ഉണ്ടാക്കാനുള്ളതല്ല വേദപുസ്തകം, ഒരു പ്രോഗ്രാം തയ്യാറാക്കാനുള്ളതല്ല വേദപുസ്തകം. സ്തോത്രം. നീ പ്രസംഗിച്ചില്ലേ, അതല്ല ദൈവത്തിന് വിഷയം. അതാണോ നീ ഭക്ഷിക്കുന്നത് എന്നുള്ളതാണ് ദൈവത്തിന് വിഷയം. വചനമകത്ത് കത്തുന്നവന്റെ മുൻപ് ഒരു പ്രതികൂലത്തിനും അധിക നാൾ നിൽക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ റിസീവ് ചെയ്യാൻ പറ്റൂ. Praise to Jesus. Praise to Jesus. Praise to Jesus. വചനത്തെ ക്യാരി ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയാ. കേട്ടോ മോനെ? ഇന്ന് മുതൽ ഒരു ഡിസിഷൻ എടുക്കണം. എത്ര ടൈം ഇല്ലെങ്കിലും, ചുമ്മാ ആചാരത്തിനും അനുഷ്ഠാനത്തിനും ഒരു ട്രഡീഷന്റെ ഭാഗമായതുകൊണ്ട്, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടും അപ്പയമ്മ ഒരു ക്രിസ്ത്യൻ പേര് ഇട്ടത് കൊണ്ടും ക്രിസ്ത്യാനി ആയതുകൊണ്ടുമല്ല, എനിക്ക് വചനമില്ലെങ്കിൽ ഞാനില്ല, ഇത് വായിച്ചല്ലാതെ എനിക്ക് പറ്റുകയില്ല എന്നൊരു തീരുമാനം. വായിക്കാത്തതല്ല, ഇറ്റ്സ് ഓക്കെ, സാരമില്ല. അത് നോർമലൈസ് ചെയ്ത് കാട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേഞ്ചറസ് സോണിലാണ്. കേട്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡേഞ്ചറസ് സോണിൽ ഹല്ലേലൂയ. ഞാൻ ഇത് പറയുമ്പോൾ ഒരു വാക്കിനോട് പരിശുദ്ധാത്മാവ് പറയുകയാ. ഹല്ലേലൂയ. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് എൻ്റെതായിരിക്കും. അതതിൻ്റെ ക്രിയ ചെയ്യും. തലേന്ന് രാത്രി വായിച്ച വചനം പിറ്റേന്ന് രാവിലെ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് മുന്നമേ ചെന്ന് ദുർഘടങ്ങളെ അത് ചെന്ന് നിങ്ങളെ കണ്ടിട്ടല്ല ദുർഘടങ്ങൾ നിരപ്പാക്കുന്നത്, ആ വചനം കണ്ടിട്ടാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. നിങ്ങളെ കണ്ടിട്ടല്ല ദൈവമക്കളെ, ആ വചനമാണ് വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത്. ആ വചനമാണ് വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. രണ്ടിവിടെ ഓൾറെഡി സിസ്റ്റർ പറഞ്ഞെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചറസ്. പറഞ്ഞില്ലേ? അത് പറഞ്ഞു. ജീവനും മരണവും ഇതിനകത്താ. കേട്ടോ? ഇഫ് യു സേ ലൈഫ്, ലൈഫ്. ഇഫ് യു സേ ഡെത്ത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, വീട്ടിന്റെ അകത്തളങ്ങളിൽ അനാവശ്യമായ ഒരു വാക്ക് പോലും വിതയ്ക്കാൻ പാടില്ല. നിങ്ങൾ എന്താണോ വിതച്ചത് അതേ നിങ്ങൾക്ക് കൊയ്യാൻ പറ്റത്തുള്ളൂ.
ഹല്ലേലൂയ സ്തോത്രം. ഈ ചില മീറ്റിങ്ങുകളൊക്കെ കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് മാതാപിതാക്കൾ മുമ്പിൽ നിൽക്കും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് രണ്ട് ദൈവശബ്ദങ്ങളൊക്കെ കേൾക്കാനാ നമുക്ക് സന്തോഷം കേട്ടോ. നമ്മളും പണ്ട് ഇതേപോലെ എത്രയോ കർത്തൃഭൃത്യന്മാരുടെ മുൻപാകെ പോയി ആമേ സ്തോത്ര ബ്ലെസ്സിങ്ങളൊക്കെ റിസീവ് ചെയ്ത് നമുക്ക് സന്തോഷം, ഇവരെ അനുഗ്രഹം. പക്ഷെ ഞാൻ എപ്പോഴും പറയും ആമേ സ്തോത്ര ഹല്ലേലൂയ സ്തോത്ര, ആമേ ചുമന്നു പ്രസവിച്ച അമ്മയും ആമേ സ്തോത്രം ജനിപ്പിച്ച അപ്പനും അവരുടെ തലയിൽ കൈവച്ച് അവരുടെ മുഖത്ത് നോക്കി ഒരു അനുഗ്രഹത്തിന്റെ വാക്ക് റിലീസ് ചെയ്യുന്ന ശക്തി പുറത്തു നിന്ന് വന്ന ഒരു പ്രവാചകനും അതിനുള്ള ഏക അധികാരം അവരുടെ മാതാപിതാക്കൾക്ക് 100%. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നും ശരിയായില്ലെങ്കിലും നിങ്ങൾ വാ തുറന്ന് പറയണം, ദൈവത്താൽ നടക്കാത്തതായിട്ട്. ഒരു കാരണവശാലും നാവിന്റെ അകത്തു നിന്ന് പുറത്തു വരുന്ന വാക്കിലൂടെ ഒരു പിശാചിനും ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ഉപദേശമായിട്ടല്ല കേട്ടോ, ഇതൊരു ഉപദേശം. ഒരിക്കൽ ആസ യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആസയ്ക്ക് ഉറപ്പാണ് മാനുഷികമായി നോക്കിയാൽ തോൽവിയാണ്. കാരണം തന്റെ സൈന്യത്തെക്കാളും 10 മടങ്ങ് സൈന്യമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവന്റെ. പക്ഷെ എന്നിട്ടും ആസ നാവ് തുറന്നു പറയുകയാണ്, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അങ്ങ്, ഞാൻ തോൽക്കുമെന്നുള്ളതല്ല, സഹായിപ്പാൻ അങ്ങ് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ആ വാക്കിനെ ദൈവം മാനിച്ചു. രൂത്ത് പറഞ്ഞു, ഞാൻ പോകത്തില്ല, വാക്ക് ദൈവം. ഇതെല്ലാം ഓർമ്മ പുസ്തകത്തിനകത്ത് വരും കേട്ടോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. എന്ത് വന്നാലും മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ കൗൺസിലിംഗിൽ പറയും പോസിറ്റീവ് വേർഡ്സ് പറ. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്. എന്ത് വന്നാലും ദൈവം എന്താണോ അരുളി ചെയ്തിരിക്കുന്നത് അത് വിളിച്ചു പറയാം. അത് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കും. നിങ്ങൾക്കറിയാമോ, ഈ വാക്കിനെ 2 പേരിൽ ആരെങ്കിലും ഒരാളെ പിടിക്കത്തുള്ളൂ. ഒന്നെങ്കിൽ ദൈവദൂതന്മാർ, അല്ലെങ്കിൽ പിശാചിന്റെ ദൂതന്മാരെടുക്കും. ഒരിക്കലും ഒരു വാക്കും വെറുതെ പോകത്തില്ല. വാക്കുകൾ, വേർഡ്സ് ആർ അലൈവ് ഇൻ അറ്റ്മോസ്ഫിയർ. എപ്പോഴും വാക്കുകൾ അന്തരീക്ഷത്തിന്റെ അകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാരാ എടുക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നോ? ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യാൻ പാകത്തിന് ദൈവമാക്കി വെച്ചിരിക്കുന്ന ഏഞ്ചൽസുകൾക്ക് പിക്ക് ചെയ്യാൻ, ധൂപ കലശത്തിൽ ശേഖരിക്കാൻ പാകത്തിൽ ചില വാക്കുകൾ, ചില പ്രാർത്ഥനകൾ അതരത്തിൽ നിന്ന് പുറപ്പെട്ടു വരട്ടെ എന്ന് പരിശുദ്ധ ആത്മാവ് ദൂത് പറയുകയാണ്. ആമേ. മൂന്നാമത്തെ കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ആമേ സ്തോത്രം. സ്പിരിച്വൽ സൈഡിൽ നിങ്ങൾക്ക് എന്താ നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്കത് സെൻസ് ചെയ്യാനേ പറ്റുന്നില്ല. മൗനമായിരുന്നാലും അതിന്റെ പിൻപിൽ ഭയങ്കര കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഫുൾ അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, സംതിങ് ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സ്ക്രീൻ. അത് നിങ്ങൾക്ക് ആത്മാവിൽ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, യു ആർ ഇൻ സേഫ് സോൺ, അല്ലെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചറസ് സോൺ. നാലാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പം ആദ്യം ഒരു മനുഷ്യന്റെ മുഖമാ ഓർമ്മ വരുന്നതെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചറസ്. വീടിന് ലോൺ സാങ്ഷൻ ആയല്ലോ, ഓക്കെ ആ ബാങ്കിൽ പോയി, ഈ ബാങ്ക് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ, അത് സംഭവിച്ചത്. പക്ഷേ ബാങ്ക് വിചാരിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? അധികാരിയെ ഒപ്പിടണമെങ്കിൽ ആര് വിചാരിക്കണം? ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ ലെഫ്റ്റ് നോക്കുന്നില്ല, റൈറ്റ് നോക്കുന്നില്ല, നേരെ മുട്ടുമടക്കുന്നു, ഉയരങ്ങളിലേക്ക് കണ്ണു പോകുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ സേഫ് സോൺ, അല്ലെങ്കിൽ ഡേഞ്ചറസ് സോൺ. ആമേൻ സ്തോത്രം. ഒറ്റ സിംറ്റവും കൂടെ ഞാൻ പറയാം. ആമേൻ. വീടിന്റെ അകത്ത് ഒത്തിരി ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിള്ളേർ അലയ്ക്കുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്, ന്യൂസ് കേൾക്കുന്നുണ്ട്, എന്തൊക്കെയോ റീൽസിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്, ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ആരൊക്കെയോ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഒത്തിരി ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ ശബ്ദവും
ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലെങ്കിൽ യുവർ ഹൗസ് ഈസ് ഇൻ ഡേഞ്ചറസ്. ഇതൊക്കെ എനിക്ക് നിർത്തി പറയാൻ പറ്റുന്നു. നിങ്ങൾ ചിന്തിച്ചോ? ആമേൻ, സ്തോത്രം. വീട് മൗനമായിരിക്കുകയല്ല, വീടിനകം ആക്റ്റീവോ, വീടിനകം ആക്റ്റീവായിട്ടിരിക്കുക. പക്ഷെ അത് ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ആക്റ്റീവ്നെസ് അല്ല നടക്കുന്നതെങ്കിൽ ഞാൻ ഇത് പറയുമ്പോൾ ഇന്നലെ രാത്രി പറഞ്ഞ വാക്കാത്മാവ് എടുത്തു പറയുകയാ. ആമേ, സ്തോത്രം. അകത്തളങ്ങളെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചോണം കേട്ടോ. അടുത്ത ഒരു ഫേസിലേക്ക് നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ അകത്തളങ്ങളെ നിങ്ങൾ ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചോണം. ആമേ, സ്തോത്രം. ഒരാൾ മാറുമ്പോൾ അടുത്ത ആൾ പ്രാർത്ഥിക്കാനിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു പറയുന്നത്, നിങ്ങൾക്ക് ഡേ ഡ്യൂട്ടി ആണോ നൈറ്റ് ഡ്യൂട്ടി ആണോ ഇതൊന്നോ എന്റെ ദൈവത്തിന് അറിയണ്ട. ഈ ദേശത്ത് ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഇരിക്കുന്നത് കാണാനല്ല, കയറി പോകുന്നത് കാണാനാ ഇഷ്ടം. അതിന് ഒരു സ്ഥലം നിങ്ങളുടെ ആലയവും നിങ്ങളുടെ വീടുമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നത് പോലത്തെ ചില പ്രവർത്തികൾ അതിന്റെ അകത്തളങ്ങളിൽ സംഭവിച്ചേ പറ്റൂ. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് പറയണം, ഡേഞ്ചറസ് സോണിലാണോ സേഫ് സോണിലാണോ? ഡേഞ്ചറസ് സോണിലാണെങ്കിൽ നേരെ സേഫ് സോണിലോട്ട് ഇന്ന് പകൽ കയറി കാണാം കേട്ടോ. ഇത്രയും കയറി കഴിഞ്ഞാലേ അടുത്ത വാക്യം കൂടെ വായിച്ചു ഞാൻ നിർത്താൻ പോകുക. തൊട്ടടുത്ത വാക്യം വായിക്കാമോ? തൊട്ടടുത്ത വാക്യം. ബിംബങ്ങൾ മിഥ്യാത്വം സംസാരിക്കുകയും ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ച് വ്യർത്ഥ സ്വപ്നം പ്രസ്താവിച്ച് വൃഥ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ ആടുകളെ പോലെ പുറപ്പെട്ട് ഇടയനില്ലായ്ക കൊണ്ട് വലഞ്ഞിരിക്കുന്നു. മക്കളെ, ഇവിടെ സ്വപ്നം കാണുന്നുണ്ടോ? സ്വപ്നം കാണുന്നുണ്ടോ ഇവിടെ? നിങ്ങൾ അതിലോട്ട് നോക്കി. ദർശനമുണ്ടോ? സ്വപ്നമുണ്ടോ? ആശ്വസിപ്പിക്കലുണ്ടോ? ഉണ്ട്. പക്ഷേ ഇതിന്റെ പിൻപിൽ ഒരു ട്രൂ സ്പിരിറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ദർശനം വ്യാജമാണ്, സ്വപ്നം വ്യർത്ഥമാണ്, ആശ്വസിപ്പിക്കൽ വൃഥാണ്. കാരണം അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നത് ഒരു റോങ് സ്പിരിറ്റ് ആണ്. ഇത് തന്നെ ഇന്നലെ തൊട്ട് നിങ്ങളുടെ ആലയത്തോടുള്ള ദൂത് കറങ്ങി ഞാൻ എത്ര അതിൽ നിന്ന് മാറാൻ ശ്രമിച്ചിട്ടും അത് തന്നെ വീണ്ടും കറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷണമുണ്ട്, സ്വപ്നമുണ്ട്, ദർശനമുണ്ട്, ആശ്വസിപ്പിക്കുന്ന വാക്കൊക്കെ ഉണ്ട്, കൂടെ നിൽക്കാനുണ്ട്. ആമേ, സ്തോത്രം. ഒന്നും നോക്കട്ടെ പാസ്റ്റർ, ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു, ആലയം വളരുമെന്നേ. ഉണ്ട്. പക്ഷെ എവിടെയോ കിട്ടിയിരിക്കുന്ന നിയോഗങ്ങളെ മെസ്സപ്പാക്കി കളയത്തക്ക നിലവാരത്തിന്റെ അകത്ത് അത് ഇല്ലാണ്ടായി പോകട്ടെ എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞ ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. അകത്തളങ്ങളിൽ ശപിച്ച ചില വാക്കുകളെ ഇന്ന് പകൽക്കാലം ഒരുമിച്ചിട്ട് പറ. അതിന്റെ പിൻപിൽ ഹോളി സ്പിരിറ്റ് അല്ല, അതിന്റെ പിൻപിൽ ഒരു റോങ് സ്പിരിറ്റ് ആണ്, അതിന്റെ പിൻപിൽ ഒരു വ്യാജാത്മാവാണ്, അതിന്റെ പിൻപിൽ ഒരു അൺക്ലീൻ സ്പിരിറ്റ് ആണ്. അത് ബിംബങ്ങളുടെ സ്പിരിറ്റ് ആണ്, അത് ഊമവിഗ്രഹങ്ങളുടെ സ്പിരിറ്റ് ആണ്. അവർ ദൈവത്തെ വിളിക്കുന്നു, പക്ഷെ അവർ ദൈവത്തെ അല്ല വിളിക്കുന്നത്. ബി കെയർഫുൾ. ചർച്ചിന്റെ ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോഴും ബി കെയർഫുൾ. Praise to Jesus. ലൈഫിന്റെ ഓരോ ഫേസിലേക്ക് കടക്കുമ്പോഴും ഒത്തിരി പ്രാർത്ഥിച്ചോണം. എന്താകും, ഏതാകും, എവിടം വരെ പോകും, എങ്ങനെ പണിയുന്നത് ഞങ്ങൾ കാണട്ടെ എന്നുള്ള എനിക്കറിയാം. ഞാനിത് ലൈവിൽ കൂടെ വിളിച്ചു പറഞ്ഞു, പക്ഷെ പൂർണ്ണ ധൈര്യത്തോടെ ഞാൻ പറയുക, അങ്ങനെ പറയുന്ന എല്ലാ ഗൂഢാലോചനകളെയും ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ സെഷനിൽ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ് ഞങ്ങള്. അങ്ങനത്തെ എല്ലാ ഗൂഢാലോചനകളും
പക്ഷേ ഹൃദയ വിചാരങ്ങൾ ദോഷമുള്ളവയാകുന്നു. അവിടെ നിന്നെറിയുന്ന ഒരു വാക്കുപോലും എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രവചിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നും. ഒറ്റ വാക്ക് പോലും, ഒറ്റ ആലോചന പോലും, ഒറ്റ നോട്ടം പോലും, ഒറ്റ നിരൂപണങ്ങൾ പോലും, ഒരു ഗൂഢാലോചന പോലും ഇതിന്റെ കോമ്പൗണ്ടിന്റെ അകത്തു കയറാതെ തക്കവണ്ണം ഇവിടെ ഉപവാസവും പ്രാർത്ഥനയും കത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് ആത്മാവ് ദൂത് പറയാൻ പറയുകയാണ്. സൻബല്ലത്ത് തോബിയാവ് ചോദിക്കുന്ന പണിയോ കാണട്ടെ, പണിയോ 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 പണിയോ. പക്ഷെ നിയോഗമുള്ളവർ ഒരുമിച്ച് നിന്ന് പറയണോ. അത് 10 പേരാണെങ്കിലും സാരമില്ല പാസ്റ്റർ, പക്ഷേ നിയോഗമുള്ളവർ ഒരുമിച്ച് നിന്ന് പറയണോ. ആമേ ആകയാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക്, എനിക്കല്ല ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസനായ ഞാനല്ല, അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേ. നാല് മിനിറ്റും കൂടെ ബാക്കി നിൽക്കേ. സെക്കറിയാവേ, നീ എഴുന്നേറ്റു. നീ വ്യക്തിപരമായി തലപൊക്കി നോക്കി. നീ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഓടി മാറി. നീ ദൈവത്തോട് ചേർന്ന് നിന്നു. നീ ദൈവത്തിന്റെ അരുളപ്പാടിനെ പിടിച്ചു. നീ ദേശങ്ങളിൽ പകർന്നു കൊടുത്തു. നീ സീസണെ മനസ്സിലാക്കി. നീ പിന്മഴയുടെ കാലത്തെ തിരിച്ചറിഞ്ഞു. അത് ജനത്തോട് അറിയിച്ചു കൊടുത്തു. നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇത് കുഞ്ഞു കളിയല്ലെന്ന് ഓർത്തോണോ, ഇത് സ്വിമ്മിംഗ് പൂളിൽ അല്ലെന്ന് ഓർത്തോണോ. ഒരു വലിയ യുദ്ധം നിന്റെ പിൻപിൽ ഉണ്ടാകും നിശ്ചയം. അതിന്റെ പിൻപിൽ ദർശനം പറയുന്നവരാണ്, സ്വപ്നം പറയുന്നവരാണ്, ലക്ഷണം പറയുന്നവരാണ്. പക്ഷേ അവർ ജയിക്കയില്ല. നീ 14 അധ്യായങ്ങളും എഴുതി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ശക്തീകരിക്കുമെന്ന് അപ്പാവ് ദൂത് പറയുകയാണ്. വർഷിപ്പ് ടീം എന്റെ കൂടെ ജോയിൻ ചെയ്തോ. ഒരു ചെറിയ ഓൾട്ടർ കോൾ നിയോഗം തോന്നുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് എന്നെ ദൈവം കൊണ്ടുവന്നത്. നിയോഗമുള്ളവരുമായി ചേർന്ന് നിൽക്കാനാണ്. ഒരു മോശ കൈ ഉയർത്തുമ്പോൾ ഒരു അഹരോനായി ഒരു ഹൂരായി ഞാൻ ഉണ്ടായേ പറ്റത്തോളെന്ന് ദൈവം തീരുമാനിച്ചതാ. എന്നെ കുടുംബമായി ദൈവത്തിന് കരത്തിന്റെ അകത്ത് എടുക്കാനുണ്ട്. ഞാൻ ഡേഞ്ചറസ് സോണിൽ നിന്ന് കളിക്കേണ്ടവനല്ല, ഞാൻ സേഫ് സോണിലേക്ക് മാറേണ്ടവനാണ്. ഞാൻ ദൈവ പദ്ധതിയിൽ നിന്ന് ഒടിച്ചോടേണ്ടവല്ല, ഞാൻ അതോട് ചേർന്ന് നിൽക്കേണ്ടവനാണ്. ചിലതിനെ തിരിച്ചറിഞ്ഞ് അതിനെ വെട്ടേണ്ടതാണെങ്കിൽ വെട്ടണം, അതിനെ റിബ്യൂക്ക് ചെയ്യേണ്ടതാണെങ്കിൽ റിബ്യൂക്ക് ചെയ്യണം, അത് ക്യാൻസൽ ആക്കേണ്ടതാണെങ്കിൽ ക്യാൻസൽ ആക്കണം. അത് അതിൽ നിന്ന് മാറേണ്ടതാണെങ്കിൽ മാറണം. എനിക്ക് വേറെ ഒന്നും അറിയണ്ട, എനിക്ക് ഇതിനോട് ചേർന്ന് നിന്നാ മതി എന്നൊരു കോളിംഗ് ആണ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ദൈവസന്നിധിയിൽ